ഹലോ നമസ്കാരം. ലിയയുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ലിയ ഓർഡർ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ലോഫ് വിത്ത് ഹേസൽനട്ടാണ് കേട്ടോ ഇത് ഒരു സർപ്രൈസ് കേക്ക് ആയിരുന്നു അദ്ദേഹത്തിന്. കൂടാണ്ട് എന്നെ ലിയ വിളിച്ച് ചോദിച്ചു ഇതിൻ്റെ വീഡിയോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഓൺ റിക്വസ്റ്റ് ആണോ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത് എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, അങ്ങനെ സംശയമുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയണത്. അങ്ങനെയൊന്നുമല്ല, സമയമുണ്ടെങ്കിൽ മിക്കവാറും വീഡിയോസ് എടുക്കാറുണ്ട്. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഫോട്ടോ പോലും എടുക്കാനും പറ്റാറില്ല. ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഈയിടെ ലെമൺ കേർഡ് കേക്ക് ചെയ്തപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് എൻ്റെ ബാൽക്കണിയിലുള്ള കറിവേപ്പിലയിൽ നിന്ന് ഇല എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ മേലെ. അത് കണ്ടിട്ട് പലരും ഇപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ട്, മിൻറ്റ് ലീവ്സ് ആണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട്. കുറേ കാലമായിട്ട് ബേക്കറായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ മിൻറ്റ് ലീവ്സിനെ പറ്റി അറിയാഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ലല്ലോ. അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. മിൻറ്റ് ലീവ്സ് യൂസ് ചെയ്യാറുണ്ട്, കൊറിയാണ്ടർ ലീവ്സ് യൂസ് ചെയ്യാറുണ്ട്, റോസ്മെറി, തൈം, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യണതാണ്. കുറേ പേര് തൈം കാണുമ്പോൾ അത്ര പരിചയമില്ലാണ്ട് ചോദിക്കാറുണ്ട് ഇത് എന്താണ് ഐറ്റം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. ഇതൊക്കെ ആവാൻ പറ്റുമെങ്കിൽ നമ്മുടെ സ്വന്തം കറിവേപ്പിലേക്ക് എന്താണ് കുഴപ്പം? എന്നെ സംബന്ധിച്ച് ഞാൻ കൺവെൻഷനലായ കാര്യങ്ങൾ മാത്രമല്ല, കുറേ എക്സ്പെരിമെൻറ്റ്സും എപ്പോഴും ചെയ്യാൻ നോക്കാറുണ്ട്. മെജോറിറ്റി പോണ വഴി നല്ലതായിരിക്കാം, അങ്ങനെ അവർ പോട്ടെ. വേറിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതും നല്ലതല്ലേ. എൻ്റെ വർക്കിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്വാളിറ്റിയിലാണ്. ആളുകൾക്ക് ഉപദ്രവകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഫ്രൂട്ട്സും ഈ പറഞ്ഞ ലീവ്സൊക്കെ കുറേ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നേരെ നമ്മൾ കേക്കിലേക്ക് പ്ലേസ് ചെയ്യല്ലല്ലോ. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ഐറ്റം വിനിഗറാണ്. വിനിഗറും സോൾട്ടും ഇട്ടിട്ടാണ് ഈ കണ്ട ഫ്രൂട്ട്സും ലീവ്സും ഒക്കെ കഴുകിയെടുക്കണത്. അപ്പോൾ ചിലതെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ, കാരണം ഇതൊക്കെ ഈ ലീവ്സൊക്കെ കേക്കിൻ്റെ ഡെക്കറേഷൻ പർപ്പസിന് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിന് പകരമായിട്ട് എൻ്റെ ഗാർഡനിലെ അതേ കളറിലുള്ള എനിക്ക് വളരെ വിശ്വാസമുള്ള ഇല എടുത്ത് വെക്കുമ്പോൾ കേക്കിന് ഭംഗി കൂടുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും ഒരു തരി പോലും വിഷം അതിലില്ല എന്നുള്ള സന്തോഷം എനിക്ക് കിട്ടും. മാക്സിമം സിന്തറ്റിക് എലമെൻറ്റ്സ് കുറച്ചാണ് ഞാൻ കേക്ക്സ് ചെയ്യണത്. പിന്നെ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് അങ്ങനെ ചെയ്യുക എന്നുള്ളത് എൻ്റെ ശീലമല്ല. ഞാനൊരു സൂപ്പർ ബേക്കറൊന്നുമല്ല, പക്ഷേ ഒരു സെൻസിബിൾ ബേക്കർ ആവാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിക്കുന്ന ഒരാളാണ്. പ്രായം ചെല്ലുന്തോറും നമ്മുടെ ചിന്തകൾക്കും സമീപനത്തിനും വരുന്ന മാറ്റം നമ്മുടെ ജോലിയിലും റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. ഏജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുളിവുകൾ മാത്രമല്ല, മുമ്പ് കണ്ടതിനെയൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആംഗിളിൽ നോക്കി കാണാൻ സാധിക്കുന്ന ആ ഒരു മാറ്റം കൂടെയാണ്. ഒരു കറിവേപ്പിലയ്ക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾ കേട്ടൂലേ. ഒരു കാര്യത്തിന് മാത്രം എനിക്കൊരു മാറ്റം വന്നിട്ടില്ല. ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള 100 കാര്യങ്ങളെക്കുറിച്ച് 48 മണിക്കൂർ കൂടുതൽ സംസാരിച്ചിട്ടേ ഞാൻ നിർത്തൂ. അക്കാര്യത്തിൽ ഞാൻ ഭീകരമായും ഹെൽപ്ലെസ് ആണ് കേട്ടോ.